മഹാകുംഭമേള എന്ന 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഉത്സവമാണ് ഇപ്പൊ രാജ്യത്തെ പ്രധാന ചർച്ചാ വിഷയം. ശനിയാഴ്ച നടക്കാനിരിക്കുന്ന യൂണിയൻ ബജറ്റ് പോലുള്ള വിഷയങ്ങൾ കുംഭമേളയിൽ മുങ്ങിപ്പോകാനുള്ള പരിപാടിയൊക്കെ കേന്ദ്ര സർക്കാർ UP ഗവൺമെന്റിന്റെ സഹായത്തോടെ ചെയ്യുന്നുമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് മേൽപ്പറഞ്ഞ കുംഭമേള. ആ കുംഭമേളയ്ക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും 30ഓളം ആളുകൾ ഇതുവരെ മരിച്ചതായാണ് കണക്ക്. അതിൽ തന്നെ 60-ലധികം ആളുകൾ പ്രയാഗ്രാജിനും മറ്റുമായി ആശുപത്രിയിലുമാണ്. ഇന്ത്യയുടെ സംസ്കാരവും പുരാതന മൂല്യങ്ങളുമൊക്കെ വളരെ നല്ലത് തന്നെ. അത് വിളിച്ചു പറയാൻ ഒരു പരിപാടി 140ഓളം വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്നു എന്നതും വളരെ നല്ല കാര്യം. ഇത്രയും വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്ന ഒരു പരിപാടിക്ക് അത്യാവശ്യമായി വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇന്ത്യയുടെ മുഴുവൻ പരിപാടിയല്ലേ, അതിൽ സർക്കാരിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ പോകുന്ന സിനിമാ തിയേറ്ററുകളിൽ ഉൾപ്പെടെ UP ഗവൺമെന്റിന്റെയും ടൂറിസം വകുപ്പിന്റെയും ബാനറിലുള്ള കുംഭമേളയുടെ പരസ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടു കാണും. കേരളത്തിൽ കേരളീയം നടക്കും പോലെയും ശബരിമല തീർത്ഥാടനം പോലെയും മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പരിപാടിയുടെ ഉത്തരവാദിത്തം തീർച്ചയായും അവിടുത്തെ സർക്കാരിനാണ്. എന്തിനേറെ പറയുന്നു, ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ ഒരു പ്രൈവറ്റ് പരിപാടിക്ക് കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തിയില്ല എന്ന് പറഞ്ഞ് പരിപാടിയിൽ യാതൊരു ഇടപെടലും ഇല്ലാത്ത സംസ്ഥാന സർക്കാർ എന്തുമാത്രം പഴികേട്ടതാണ്. എന്നിട്ടും സർക്കാർ സംഘാടകർക്ക് നേരെ അന്വേഷണം നടത്തുകയും MLAക്ക് ചികിത്സ ഉറപ്പാക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് സർക്കാർ നേരിട്ട് നടത്തുന്ന ഇത്രയും വലിയൊരു പരിപാടിക്കിടയിൽ ഈ ദുരന്തങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് UP സർക്കാർ കൈമലർത്തുന്നു. അതും പള്ളി പൊളിച്ചു പണിഞ്ഞ അമ്പലത്തിന്റെ പ്രതിഷ്ഠ രാജ്യത്തെ പ്രധാനമന്ത്രി വരെ നന്ന് നടത്തിയ അതേ സംസ്ഥാനത്ത്. കുംഭമേളയുടെ മറവിൽ വെറുതെ പോകുന്നവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം കുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ പോകുന്നവർ ആക്രമിക്കപ്പെടുന്നതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം ആളുകൾ മരിക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല. അതും കുംഭമേളയുടെ പേരിൽ ടൂറിസം വകുപ്പിനെ ഉപയോഗിച്ച് ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരു സർക്കാർ. ഇതേ കുംഭമേളയ്ക്ക് മാത്രം UP സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയത് 2500 കോടി രൂപയാണ്. ഇത് കൂടാതെ കേന്ദ്ര ബഡ്ജറ്റിൽ സ്പെഷ്യൽ ഗ്രാന്റായി ഈ പരിപാടിക്ക് കൊടുത്തത് 2100 കോടി രൂപയും. അതും ഓക്കെ. പക്ഷെ എന്തിനാണ് ജനങ്ങളുടെ നികുതി പണത്തിന്റെ ഇത്രയും വലിയൊരു ഭാഗം കുംഭമേളയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? അത് വൃത്തിയായി നടത്താനല്ലേ? അതിൽ ഉൾപ്പെടേണ്ടതല്ലേ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള മുൻകരുതലുകളൊക്കെ? അല്ലാതെ സംഖ്യകൾക്ക് പുട്ടടിക്കാനല്ലല്ലോ സാധാരണക്കാരന്റെ പൈസ. ആവശ്യമായ അറേഞ്ച്മെന്റ്സ് ഒന്നുമില്ലാതെ നടക്കുന്ന കുംഭമേളയ്ക്ക് സർക്കാർ തന്നെ വകയിരുത്തിയ കോടികൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് UP സർക്കാർ ഉത്തരം നൽകിയേ മതിയാവും.